ഗുരുവേ, രഹസ്യത്തിൽ അങ്ങയോട് സംസാരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എന്നോട് ക്ഷമിക്കണമേ. അങ്ങയെ ഓർത്തും എന്നെ തന്നെ ഓർത്തും അധികം പേരെ ഞാൻ വിശ്വസിക്കുന്നില്ല. വീരത്വം കൊണ്ട് തന്നെയല്ല ഞാനിത് ചെയ്യുന്നത്, വിവേകം വേണമല്ലോ എന്ന് കരുതിയും പരസ്യമായി അങ്ങയുടേതിനായിരുന്നാൽ എന്നതിനേക്കാൾ കൂടുതലായി അങ്ങേക്ക് സഹായകമാകാൻ കഴിയണമെന്ന ആഗ്രഹമുള്ളതിലുമാണ് ഞാനിങ്ങനെ ആഗ്രഹിച്ചത്. അങ്ങേക്ക് ധാരാളം ശത്രുക്കളുണ്ട്. അങ്ങയോട് മതിപ്പുള്ളവരായി ഇവിടെയുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ് ഞാൻ ലാസറസിൻ്റെ ഉപദേശം തേടി. ലാസറസിൻ്റെ കുടുംബനിമിത്തം അവൻ ശക്തനാണ്. റോമാക്കാർക്ക് അവനെ മതിപ്പായതുകൊണ്ട് എല്ലാവർക്കും അവനെ ഭയമുണ്ട്. ദൈവത്തിൻ്റെ തൃക്കണ്ണുകളിൽ അവൻ നീതിമാനാണ്. പഠനവും കഴിവുകളും പക്വതയും നിമിത്തം അവൻ ജ്ഞാനിയാണ്. അവൻ നിൻ്റെയും എൻ്റെയും സ്നേഹിതനുമാണ്. ഈ കാരണങ്ങളാലാണ് അവനോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ അനുമാനത്തിൽ തന്നെ അവനും എത്തിയതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. സൻഹൃദിൻ്റെ അവസാനത്തെ ചർച്ചകൾ ഞാൻ അവനെ അറിയിച്ചു. അവസാനത്തെ കുറ്റാരോപണങ്ങൾ ഉള്ള സത്യം പറയും. ഒടുവിലത്തെ കുറ്റാരോപണങ്ങൾ ശരിയാണ് ഗുരുവേ, ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. കൊള്ളാം, ഞാൻ അവൻ്റെ അനുഗാമികളിൽ ഒരാളാണെന്ന്. കാരണം ആ സഭയിൽ ഒരാളെങ്കിലും അങ്ങേക്ക് അനുകൂലമായിട്ടുണ്ടാകുമല്ലോ എന്ന് കരുതി. എന്നാൽ എൻ്റെ അടുത്തിരുന്നിരുന്ന ജോസഫിൻ്റെ ചെവിയിൽ പറഞ്ഞു, ഒന്നും പറയേണ്ട, നമ്മുടെ ചിന്തകൾ ഒട്ടും വെളിപ്പെടുത്തേണ്ട. ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ഇതാണ് നല്ലത്. നമ്മൾ അവൻ്റെ ശിഷ്യരാണെന്നറിഞ്ഞാൽ അവരുടെ ആലോചനകളും തീരുമാനങ്ങളും ഒന്നും നമ്മെ അവർ അറിയിക്കുകയില്ല. അവനെയും നമ്മളെയും ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതേയുള്ളൂ എന്ന് വിചാരിച്ചാൽ കാപട്യമൊന്നും കാണിക്കുകയില്ല. അവൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. അവർ അത്രയധികം ദുഷ്ടരാണ്. എനിക്കെൻ്റെ താല്പര്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ടല്ലോ, ജോസഫിന് അവൻ്റേതും. ഗുരുവേ, അങ്ങ് ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരു വിധത്തിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഈ കാര്യം നിങ്ങൾ വരുന്നതിന് മുൻപ് സൈമനോട് പറയുകയായിരുന്നു. ഈ സ്ഥലത്ത് നിന്ന് ദൂരേക്ക് പോകാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. ഞങ്ങൾ നിന്നെ സ്നേഹിക്കാത്തതിനാൽ നീ ഞങ്ങളെ വെറുക്കുന്നു. ഇല്ല, ഞാൻ എൻ്റെ ശത്രുക്കളെ പോലും വെറുക്കുന്നില്ല. നീ അപ്രകാരം പറയുന്നു, ഇത് സത്യമാണ്. നീ ചെയ്യുന്നത് ശരിയാണ്. എനിക്കും ജോസഫിനും എത്ര വിഷമമാണ്. ലാസറസിനും എന്തു ദുഃഖമായിരിക്കും. ലാസറസ് എന്തും പറയും, ഇന്നവൻ തീരുമാനിച്ചത് ഈശോ ഇവിടം വിട്ടു പോയിക്കൊള്ളട്ടെ, എന്നാൽ സിയോനിൽ അവനുള്ള വീടുകളിൽ ഒന്നിൽ താമസിച്ചു കൊള്ളട്ടെ എന്നാണ്. ലാസറസ് വളരെ ധനികനായ മനുഷ്യനാണ്. പട്ടണത്തിൻ്റെ ഒരു വലിയ ഭാഗം അവൻ്റേതാണ്. അതുപോലെ പാലസ്തീനായാലും ധാരാളം വസ്തുക്കളുണ്ട്. അവൻ്റെ പിതാവിൻ്റെ സ്വത്തുക്കൾ അമ്മ യൂക്കേറിയയുടെ സ്വത്ത്. യൂക്കേറിയ നിന്റെ വംശത്തിലും കുടുംബത്തിലും പെട്ടവളായിരുന്നു. റോമായ്ക്ക് വിശ്വസ്ത സേവനം ചെയ്തതിൻ്റെ പ്രതിഫലം. ഇങ്ങനെ അവൻ്റെ മക്കൾക്ക് വമ്പിച്ച സ്വത്തുക്കൾ അവൻ മരണപത്രിക മൂലം പിതൃസ്വത്തായി നൽകി. അതിനേക്കാൾ പ്രാധാന്യമായിട്ടുള്ളത് പുറമേ കാണിക്കാത്തതും എന്നാൽ വളരെ ശക്തവുമായ മൈത്രിയാണ് റോമായുമായിട്ടുള്ളത് എന്ന കാര്യമാണ്. അതില്ലായിരുന്നെങ്കിൽ മേരി നിമിത്തം അവൻ്റെ വീട് മറ്റുള്ളവർ നശിപ്പിക്കുമായിരുന്നു. മേരി എന്തൊക്കെയാണ് ചെയ്തത്? ലജ്ജാകരമായ ജീവിതം, ഉന്നത സ്ഥാന നിമിത്തം മാത്രം നേടിയെടുത്ത വിവാഹമോചനം, അവൻ്റെ കീഴിലുള്ള ആ പട്ടണത്തിലെ അവളുടെ കുത്തഴിഞ്ഞ ജീവിതം, തിബേരിയാസിലുള്ള അതിവിശിഷ്ടമായ വേശ്യാലയം, അവിടെ റോമാക്കാരും ഗ്രീക്കുകാരും കൂടെ ഒരുമിച്ച് വമ്പന്മാർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വേശ്യക്കിടക്കകൾ, ഇതെല്ലാം അവൾ നിമിത്തം ഉണ്ടായതാണ്. സിറിയക്കാരനായ തിയോഫിലസ് പുതുതായി ഇസ്രയേൽ ചേർന്നവനാണ്. അവന് കുറെ കൂടെ ആഴമായ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മക്കളെ ഗ്രീക്ക് സംസ്കാരം അനുസരിച്ച് വളർത്തുമായിരുന്നില്ല. അതുനിമിത്തം അനേകം സുഹൃതങ്ങൾ അവർക്കില്ലാതെ പോയി. യവന സംസ്കാരം കാമവികാരങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ പ്രസരിക്കാൻ അനുവദിക്കുന്നതാണ്. അത് ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്തിട്ട് ലാസറസിനും പ്രത്യേകിച്ച് മാർത്തായ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. എന്നാൽ മേരി അത് ആക്രമിച്ച് അവളിൽ വർദ്ധിച്ചു പെരുകി. അവൾ കുടുംബത്തിൻ്റെ കളങ്കമായി തീർന്നു, പാലസ്തീനായുടെയും അപമാനമായി തീർന്നു. റോമായുടെ ശക്തമായ സംരക്ഷണവും ആനുകൂല്യവും ഇല്ലായിരുന്നെങ്കിൽ അവർ കുഷ്ഠരോഗികളെക്കാൾ കഠിനമായി സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെടുമായിരുന്നു. സാഹചര്യം ഇങ്ങനെയാണ്. അതിൽ നിന്ന് വേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക. വേണ്ട, ഞാൻ പിൻവാങ്ങുകയാണ്. എന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് വന്നുകൊള്ളും. ഞാനിത് പറയേണ്ടിയിരുന്നില്ലല്ലോ. നിക്കോദേമസിന് വലിയ മനസ്സിടിവ്. അല്ല, നീ ഇത് പറഞ്ഞത് കൊണ്ടല്ല, കാത്തിരിക്കൂ, അപ്പോൾ മനസ്സിലാകും. ഈശോ വാതിൽ തുറന്ന് വിളിക്കുന്നു, സൈമൺ, ജോൺ, ഇങ്ങോട്ട് വരൂ. ശിഷ്യർ രണ്ടുപേരും ഓടിയെത്തുന്നു. സൈമൺ നിക്കോദേമസ് വരുന്ന സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ആവർത്തിച്ചു പറയും. എളിമ ആളുകൾക്ക് ഇടിയന്മാർ മതി.
ലാസറസ്, നിക്കോദമേസ്, ജോസഫ്, കൂസ ഇത്രയും പേർ പ്രധാനികൾക്കുമുണ്ട്. ഈശോ ജെറുസലേമിൽ നിന്ന് ദൂരേക്ക് പോവുകയാണ്. എന്നാൽ യൂദയ വിട്ടു പോകുന്നില്ല. ഇങ്ങനെയാണ് അത് പറഞ്ഞത്. ഇത് ആവർത്തിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നിക്കോദമേസ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ടാണെന്ന് അയാൾ ഭയപ്പെടുന്നു. ഞാൻ ഗുരുവിനോട് പറയുകയായിരുന്നു, സൻഹൃദയൻ കൂടുതൽ കൂടുതൽ ശത്രുതയുള്ളതായി തീരുന്നുവെന്ന്. അതിനാൽ ലാസറസിൻ്റെ സംരക്ഷണയിൽ ഈശോ ജീവിക്കണം. റോമ അവൻ്റെ പക്ഷത്തായത് കൊണ്ടാണ് അവന് നിന്റെ വസ്തുവകൾ സംരക്ഷിക്കാൻ കഴിഞ്ഞത്. അവൻ ഈശോയെയും സംരക്ഷിച്ചുകൊള്ളും. ഇത് സത്യമാണ്. ഇത് നല്ല ഉപദേശവുമാണ്. എൻ്റെ ജാതിയോട് റോമിനെ അനിഷ്ടമായിരുന്നിട്ടും തെയോഫിലിസിൻ്റെ ഒരു വാക്കാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. കുഷ്ഠരോഗ നിമിത്തം ഞാൻ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് നാടുകടത്തപ്പെട്ടിരുന്നപ്പോൾ എൻ്റെ വസ്തുക്കൾ സംരക്ഷിക്കപ്പെട്ടു. ഗുരുവേ, ലാസറസിന് അങ്ങയോട് വളരെ താല്പര്യമാണ്. എനിക്കറിയാം, എന്നാൽ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടാൻ പോവുകയാണ്. അല്ല നിക്കോദമേസേ, എല്ലാ തരത്തിലുമുള്ള ആളുകൾ സ്നാപകൻ്റെ പക്കൽ പോകുന്നുണ്ടല്ലോ. എല്ലാ തരത്തിലും നിലയിലുമുള്ളവർക്ക് എൻ്റെ അടുക്കൽ വരാൻ കഴിയും. ഞങ്ങൾ നിന്റെ പക്കൽ വന്നത് നീ ജോണിനേക്കാൾ വലിയവനായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇനിയും വരാം. ഞാൻ ജോണിനെ പോലെ ഏകനായ ഒരു റബ്ബിയായിരിക്കും. ദൈവസ്വരം കേൾക്കാൻ ആഗ്രഹിക്കുകയും ആ സ്വരം ഞാനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ജനക്കൂട്ടത്തോട് ഞാൻ സംസാരിക്കും. മറ്റുള്ളവർ എന്നെ മറന്നു കളയും. അതിനെങ്കിലും അവർക്ക് കഴിവുണ്ടെങ്കിൽ. ഗുരുവേ, നീ ദുഃഖിതനും നിരാശനുമാണ്. നീ ചെയ്യുന്നത് ശരിയാണ്. എല്ലാവരും നിന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നു. അവർക്ക് അത്ഭുതങ്ങൾ ലഭിക്കാത്ത വിധം അത്രയധികം നിന്നിൽ അവർ വിശ്വസിക്കുന്നു. ഹേറോദോസിൻ്റെ ആൾക്കാരിൽ ഒരുവൻ പോലും. അവനാണെങ്കിൽ ഹേറോദസിൻ്റെ കൊട്ടാരത്തിൽ നടമാടുന്ന നിശ്ചിത സംഗമം പോലുള്ള അശ്ലീലങ്ങളാൽ മലിനമാക്കപ്പെട്ടവനായിരുന്നിട്ട് പോലും അങ്ങയിൽ വിശ്വസിച്ചു. റോമൻ പടയാളികൾ പോലും അങ്ങിൽ വിശ്വസിക്കുന്നു. ഇവിടെ സിയോനിലുള്ള നമ്മൾ മാത്രം കഠിന ഹൃദയരാണ്. എന്നാൽ എല്ലാവരുമല്ല. ഗുരുവേ, അവിടത്തേക്കറിയാമല്ലോ, നീ ദൈവത്തിൽ നിന്നും വന്നിരിക്കുന്നുവെന്നും നീ ദൈവത്തിൻ്റെ പണ്ഡിതനാണെന്നും നിന്നേക്കാൾ വലുതായി ആരുമില്ലെന്നും ഞങ്ങൾ അറിയുന്നു. ഗമാലിയേലും അങ്ങനെ പറയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലാത്തവന് നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. ഗമാലിയനെ പോലെ അറിവുള്ളവനും അത് വിശ്വസിക്കുന്നു. എന്നാൽ ഇസ്രയേലിനെ പോലെ എളിയ ജനങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? ഓ, എന്നോട് പറയൂ. എന്നോട് എൻ്റെ ജ്ഞാനം നിറഞ്ഞ വാക്കുകൾ ഒരുത്തരും നിന്ദിക്കാതിരിക്കാൻ ഞാൻ അതിന് ശക്തി കൂട്ടാനായി കള്ളമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ നിന്നെ ഒറ്റിക്കൊടുക്കുകയില്ല. കർത്താവിൻ്റെ മിശിഹായാണ് നീ. നീ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നവൻ നീയാണോ? ഉടമ്പടി അനുസരിച്ച് ഇസ്രയേലിനെ രക്ഷിക്കാൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന ദൈവപിതാവിൻ്റെ വചനമാണോ നീ? ഇത് നീ തന്നെ ചോദിക്കുന്നതാണോ, അതോ ഇത് ചോദിക്കാൻ മറ്റുള്ളവർ നിന്നെ അയച്ചിരിക്കുന്നതോ? ഞാൻ തന്നെ ചോദിക്കുന്നതാണ് കർത്താവേ. എൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റും ഒരു പീഡനവുമാണ്, പരസ്പരം എതിർക്കുന്ന കാറ്റുകളും ശബ്ദങ്ങളും. പക്വതയിലെത്തിയ ഒരു മനുഷ്യനായി എനിക്ക് ഇവനുള്ളതുപോലെ സമാധാനപൂർണമായി ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഇവനാണെങ്കിൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു പയ്യൻ. അവൻ്റെ ഉറപ്പ് അവൻ്റെ മുഖത്തിന് ഒരു പുഞ്ചിരിയും കണ്ണുകൾക്ക് ഇത്ര പ്രകാശവും ഹൃദയത്തിന് ഇത്ര തെളിവും നൽകുന്നു. ജോണെ, ഇത്ര ഉറപ്പോടെ നീ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? മകനെ, നസ്രസിലെ ഈശോ മിശിഹായാണെന്ന് നീ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് എന്നെ പഠിപ്പിക്കൂ. സ്ട്രോബെറി പഴം പോലെ ജോൺ ചുമപ്പ് നിറമായി തലയും താഴ്ത്തി. പറയാൻ പോകുന്ന വലിയ കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി മാപ്പ് ചോദിക്കുന്ന പോലെയുള്ള ഭാവത്തിൽ ഇത്രമാത്രം പറയുന്നു: സ്നേഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ നീ എങ്ങനെയാണ് സൈമൺ? വാർദ്ധക്യത്തിൻ്റെ പടിക്കലത്തിലെ നീതിമാനായ മനുഷ്യൻ, പഠനമുള്ളവൻ, എവിടെയും ചതിയുണ്ടായിരിക്കുമെന്ന് ഭയപ്പെടുത്തക്ക വിധം അത്രയധികം ദുരിതങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടവൻ ധ്യാനിക്കുന്നത് കൊണ്ട്. സ്നേഹിക്കുന്നു, ധ്യാനിക്കുന്നു. ഞാനും സ്നേഹിക്കുന്നു, ധ്യാനിക്കുന്നു. എന്നാൽ എനിക്കിപ്പോഴും ഉറപ്പ് കിട്ടുന്നില്ല. ഈശോ ഇടയ്ക്ക് കയറി പറയുന്നു: ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. അവർ രണ്ടും വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. എല്ലാ ആശയങ്ങളും വിട്ട് എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച് ഒരു പുതിയ അരൂപിയിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് അവർ മനസ്സിലാക്കി. തന്നിമിത്തം അവർ ദൈവത്തെ മനസ്സിലാക്കി. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവത്തിൻ്റെ രാജ്യം കാണാനോ അതിൻ്റെ രാജാവിൽ വിശ്വസിക്കാനോ കഴിയുകയില്ല. വളർച്ചയെത്തിയ ഒരു മനുഷ്യന് വീണ്ടും ജനിക്കാൻ എങ്ങനെ കഴിയും? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ബഹിഷ്കൃതനായാൽ മനുഷ്യന് തിരികെ അതിലേക്ക് പോകാൻ കഴിയുകയില്ല. ധാരാളം അജ്ഞാനികൾ വിശ്വസിക്കുന്ന പുനർജന്മത്തെക്കുറിച്ചാണോ നീ പറയുന്നത്? ആയിരിക്കേയില്ല. നിനക്കത് പറയാൻ സാധ്യമല്ല. എങ്ങനെയായാലും അത് ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോക്കായിരിക്കുകയില്ല.
സമയത്തിന് അതീതമായ ഒരു പുനർജന്മമായിരിക്കും. അതായത് ഇപ്പോഴല്ല, പിന്നെ എങ്ങനെ? ഈ ലോകത്തിൽ ശരീരത്തിന് ഒരു ജീവൻ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിനപ്പുറം ആത്മാവിന് ഒരു നിത്യജീവനേയുള്ളൂ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മാംസത്തെയും രക്തത്തെയും കുറിച്ചല്ല, അമർത്യനായ അരൂപിയെക്കുറിച്ചാണ്. അരൂപി യഥാർത്ഥ ജീവനിലേക്ക് ജനിക്കുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്, ജലത്താലും അരൂപിയാലും. എന്നാൽ കൂടുതൽ ശ്രേഷ്ഠമായത് അരൂപിയാണ്. അവനെ കൂടാതെ ജലം ഒരു പ്രതീകം മാത്രം. ജലത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവൻ അരൂപിയാലും വിശദീകരിക്കപ്പെടണം. അരൂപിയാൽ അവൻ കത്തിജ്വലിക്കുകയും പ്രകാശിക്കുകയും വേണം. നിത്യരാജ്യത്തിൽ ദൈവത്തിൻ്റെ മടിയിൽ ജീവിക്കണമെങ്കിൽ ഇതെല്ലാം വേണം. കാരണം ജഡത്തിൽ നിന്ന് ജനിച്ചതെല്ലാം ജഡമായി തന്നെ ഇരിക്കും. ജഡത്തിൻ്റെ അഭിലാഷങ്ങളിലൂടെയും പാപങ്ങളിലൂടെയും അതിനെ സേവിച്ച ശേഷം ജഡത്തിൻ്റെ കൂടെ തന്നെ മരിക്കുന്നു. എന്നാൽ അരൂപിയിൽ നിന്ന് ജനിച്ചത് അരൂപിയാണ്. അത് ജനിച്ച ഉറവിടമായ അരൂപിയിലേക്ക് പിന്തിരികയും ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനു മുമ്പ് സ്വന്തം അരൂപിയെ വളർത്തി പക്വതയിലെത്തിക്കുന്നു. സ്വർഗരാജ്യത്തിൽ വസിക്കാനുള്ളവർ അരൂപിയിൽ പ്രായപൂർത്തി എത്തിയവർ മാത്രമാണ്. അതിനാൽ ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടേണ്ട. നിങ്ങളും വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും ജനിക്കേണ്ടത് എങ്ങനെയെന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കി. ഇളയവൻ അവൻ്റെ മാംസത്തെ കീഴടക്കി. ആത്മാവിന് നവജീവൻ കിട്ടുന്നതിനായി അഹം സ്നേഹമാവുന്ന അഗ്നിസ്തംഭത്തിന്മേൽ വെച്ചു. പദാർത്ഥപരമായിട്ടുണ്ടായിരുന്നതെല്ലാം കത്തി. അതിൻ്റെ ചാമ്പലിൽ നിന്ന് അവൻ്റെ ആധ്യാത്മിക കുസുമം വിരിഞ്ഞു. നിത്യസൂര്യനിലേക്ക് സദാ തിരിഞ്ഞിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു സൂര്യകാന്തിപ്പൂവ്. പ്രായം കൂടുതലുള്ള ആൾ തൻ്റെ പഴയ ചിന്താഗതിയുടെ വേരിന് ധ്യാനമാകുന്ന മഴുവെച്ചു. പഴയ ചെടി വേരോടെ പിഴുതുമാറ്റി. സന്മനസ് എന്ന ഏകമുള മാത്രം നിർത്തി. അതിൽ നിന്നാണ് പുതിയ ചിന്തകൾ ജനിക്കാൻ അവൻ അനുവദിച്ചത്. അവനിപ്പോൾ ഒരു പുതിയ രൂപിയാൽ ദൈവത്തെ സ്നേഹിക്കുകയും കാണുകയും ചെയ്യുന്നു. തുറമുഖത്തെത്തുവാൻ ഓരോരുത്തർക്കും അവരവരുടേതായ വഴിയുണ്ട്. പായ എങ്ങനെയാണ് ചുരുളഴിച്ച് പിടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാമെങ്കിൽ എല്ലാ കാറ്റും നല്ലതാണ്. കാറ്റ് വീശുമ്പോൾ നമുക്കത് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് നമ്മൾ പായയുടെ കയറ് ക്രമപ്പെടുത്തുന്നു. എന്നാൽ കാറ്റ് എവിടെ നിന്നും വരുന്നെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് ആവശ്യമുള്ളതിനെ വിളിച്ചു വരുത്താനും കഴിയുകയില്ല. അതുപോലെ അരൂപി വിളിക്കുന്നു. വിളിച്ചു കൊണ്ടുവന്നിട്ട് അത് കടന്നു പോകുന്നു. ജാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് അതിനെ പിൻചെല്ലുവാൻ പറ്റുകയുള്ളൂ. ഒരു പുത്രന് പിതാവിൻ്റെ സ്വരം അറിയാം. അരൂപിക്ക് അതിന് ജന്മം നൽകിയ അരൂപിയുടെ സ്വരം അറിയാം. അതെങ്ങനെയാണ് സംഭവിക്കാൻ കഴിയുക? ഇസ്രയേലിലെ ഒരു ഗുരുവായ നീ എന്നോട് ചോദിക്കുന്നു, ഈ കാര്യങ്ങൾ നിനക്ക് അറിഞ്ഞുകൂടെ? നമ്മൾ അറിയുകയും കാണുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാനും സംസാരിക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും എനിക്കറിയാവുന്നവയാണ്. ഞാൻ നിനക്ക് നൽകുന്ന സാക്ഷ്യം നീ വിശ്വസിക്കുന്നെങ്കിൽ നീ കാണാതിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അവതരിച്ച വചനത്തിൽ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അരൂപിയിൽ വിശ്വസിക്കാൻ എങ്ങനെ കഴിയും? ഇവിടെ താഴെയുള്ളവരെ എൻ്റെ കൂടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനാണ് ഞാൻ താണിറങ്ങിയത്. ഒരുവൻ മാത്രം സ്വർഗത്തിലേക്ക് കയറും. അങ്ങനെ കയറുന്നത് സ്വർഗം തുറക്കാനുള്ള അധികാരത്തോടെ ആയിരിക്കും. അത് മനുഷ്യപുത്രനായ ഞാനാണ്. മോശയെ ഓർമ്മിക്കുക. അവൻ മരുഭൂമിയിൽ ഒരു സർപ്പത്തെ ഉയർത്തി. അത് ഇസ്രയേൽക്കാരുടെ രോഗശമനത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഇപ്പോൾ അന്ധരും ബധിരരും മൂകരും ചിത്ത അസ്വസ്ഥമുള്ളവരും കുഷ്ഠരോഗികളും പാപത്തിൻ്റെ പനി പിടിച്ചവരും സൗഖ്യം പ്രാപിക്കും. എന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം നിത്യജീവൻ പ്രാപിക്കും. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആ ആനന്ദപൂർണമായ ജീവിതം ലഭിക്കും. നിന്റെ തലവര താഴ്ത്തിക്കളയാതിരിക്കൂ. നിക്കോദെമോസേ, ഞാൻ വന്നിരിക്കുന്നത് രക്ഷപ്പെടുത്താനാണ്, നഷ്ടപ്പെടുത്താനല്ല. ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ രക്ഷിക്കാനാണ്. ലോകത്തിൽ ഞാൻ എല്ലാ പാപങ്ങളും എല്ലാ അബദ്ധപഠനങ്ങളും എല്ലാ തരത്തിലുമുള്ള വിഗ്രഹ ആരാധനകളും കണ്ടിരിക്കുന്നു. പൊടിയുടെ മീതെ വേഗത്തിൽ പറക്കുന്ന മീവൽ പക്ഷിയുടെ തൂവലുകളിൽ പൊടി പറ്റുന്നുണ്ടോ? ഇല്ല. ആ പക്ഷി ഭൂമിയിലെ ദുഃഖമയമായ വഴികളിലൂടെ നീലിമയാർന്ന ആകാശത്തിൻ്റെ ഒരു തരി കൊണ്ട് നടക്കുന്നു. ആകാശത്തിൻ്റെ സൗരഭ്യവും അതൊരു സ്വരം പുറപ്പെടുവിച്ച് മനുഷ്യരെ ചെളിയിൽ നിന്നും കണ്ണുയർത്തി ആകാശത്തിലേക്ക് അത് പറന്നു പോകുന്നത് നോക്കുവാൻ ഉണർത്തുന്നു. ഞാനും അതുപോലെ ചെയ്യുകയാണ്. ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വരൂ. ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും വിധിക്കപ്പെടുകയില്ല. അവനിപ്പോഴേ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. കാരണം പിതാവിനോട് ഇവന് വേണ്ടി അനുകൂലമായി സംസാരിക്കുന്നു. പുത്രൻ ഇതാണ് പറയുന്നത്, അവൻ എന്നെ സ്നേഹിച്ചു. എന്നാൽ ഒരുവന് വിശ്വാസമില്ലെങ്കിൽ സൽപ്രവൃത്തികൾ നിഷ്ഫലമാണ്.
അവനെ ഇപ്പോൾ തന്നെ വിധിച്ചിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ അവൻ വിശ്വസിച്ചില്ല. എൻ്റെ പേരെന്താണ് നിക്കോദെമോസേ? ഈശോ അല്ല, രക്ഷകൻ. ഞാൻ രക്ഷയാണ്. എന്നിൽ വിശ്വസിക്കാത്തവൻ രക്ഷയെ നിരാകരിക്കുന്നു. അവൻ നിത്യമായ നീതിയിൽ വിധിക്കപ്പെടുന്നു. ഇതാണ് വിധി. പ്രകാശം നിന്റെ പക്കലേക്കും ലോകത്തിലേക്കും അയക്കപ്പെട്ടു. നിങ്ങളെ രക്ഷിക്കാനാണ് അയച്ചത്. എന്നാൽ നീയും ആളുകളും പ്രകാശത്തെക്കാൾ അന്ധകാരത്തെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം നിങ്ങൾ ദുഷ്പ്രവൃത്തികളെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇവ നിങ്ങളുടെ തഴക്കമായി തീർന്നിരുന്നു. അവയെ നിങ്ങൾ അനുസരിച്ച് വിശുദ്ധരാകാൻ വേണ്ടിയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ദുഷ്കർമ്മങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പ്രകാശത്തിൽ നിന്നൊഴിഞ്ഞു മാറി. കാരണം നിങ്ങളുടെ രഹസ്യമായിട്ടുള്ള മുറിവുകളെ അത് വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഭയപ്പെട്ടു. ഞാൻ ഈ പറയുന്നത് നിന്നെക്കുറിച്ചല്ല നിക്കോദെമോസേ, എന്നാൽ ഇതാണ് സത്യം. വ്യക്തികൾക്ക് സമൂഹങ്ങൾക്കും വിധി അനുസരിച്ച് ശിക്ഷയും വ്യത്യാസപ്പെട്ടിരിക്കും. എന്നെ സ്നേഹിക്കുകയും ഞാൻ പഠിപ്പിക്കുന്ന സത്യം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവർ അരൂപിയിൽ രണ്ടാമതും ജനിച്ചവരാണ്. ആദ്യത്തേതിനേക്കാൾ മെച്ചമായ ജന്മം. ഇവർക്ക് പ്രകാശത്തെ ഭയമില്ല. നേരെ മറിച്ച് അവർ പ്രകാശത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കാരണം അവരുടെ പ്രകാശം കൊണ്ട് അവരെ പ്രകാശിപ്പിച്ച വെളിച്ചം തന്നെ വലുതാകുന്നു. പരസ്പരം നൽകുന്ന ഒരു മഹത്വം. ഈ മഹത്വം ദൈവം തൻ്റെ മക്കളിൽ ആനന്ദിക്കുന്നതിനും മക്കൾ പിതാവിൽ ആനന്ദിക്കുന്നതിനും ഇടയാക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കൾക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നതിനും ഭയമില്ല. അവരുടെ ഹൃദയത്തിലും അവരുടെ പ്രവൃത്തികൾ നിമിത്തവും അവർ ഇതാണ് പറയുന്നത്: ഞാനല്ല, അവൻ പിതാവ്, അവൻ അരൂപി. എന്നിൽ നന്മ പ്രവർത്തിച്ചു. അവർക്ക് മഹത്വം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിപൂർണ ഐക്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഈ 3 പേരുടെ നിത്യമായ ഗാനം സ്വർഗത്തിൽ നിന്നും മറുപടി പറയുന്നു: ഞങ്ങളുടെ ഹിതത്തിൻ്റെ യഥാർത്ഥ പുത്ര, നിത്യമായ അനുഗ്രഹം നിനക്ക് ഞങ്ങൾ തരുന്നു. ജോൺ എഴുതുവാൻ സമയമാകുമ്പോഴേ ഉപകാരപ്പെടാൻ ഈ വാക്കുകൾ ഓർത്തു. നിക്കോദെമോസേ, നിനക്ക് ബോധ്യമായോ? ഉവ്വ് ഗുരുവേ, എനിക്ക് ബോധ്യമായി. ഇനിയും അങ്ങോട്ട് സംസാരിക്കാൻ എപ്പോൾ എനിക്ക് കഴിയും? എങ്ങോട്ട് നിന്നെ കൊണ്ടുവരണമെന്ന് ലാസറസിന് അറിയാമായിരിക്കും. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ലാസറസിൻ്റെ പക്കലേക്ക് പോകുന്നുണ്ട്. ഗുരുവേ, ഞാൻ പോകുന്നു. നിന്റെ ദാസനെ അനുഗ്രഹിക്കൂ. എൻ്റെ സമാധാനം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിക്കോദെമോസ് ജോണിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നു. ഈശോ സൈമോനോട് പറയുന്നു: അന്ധകാര ശക്തിയുടെ പ്രവർത്തനത്തിൻ്റെ രീതി നീ കണ്ടു. ഒരു ശലഭത്തെ പോലെ വീണ്ടും ജനിക്കാനായി മരിക്കാൻ അറിഞ്ഞുകൂടാത്തവരെ ചിലന്തി വല പോലെ കെണിയുണ്ടാക്കി അതിൽ വീഴുകയും ബന്ധിതരാകുകയും ചെയ്യുന്നു. എന്നാൽ ശലഭം വല പൊട്ടിക്കുകയും അതിനപ്പുറം കടക്കുകയും ചെയ്യും. അതിൻ്റെ സ്വർണ്ണച്ചെറുകിന്മേൽ വലയുടെ ചെറിയ അംശങ്ങൾ വിജയത്തിൻ്റെ അനുസ്മരണീയമായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശത്രുവിൻ്റെ പതാകയും കൊടികളും എന്ന പോലെ ജീവിക്കുന്നതിന് വേണ്ടി മരിക്കാൻ ശക്തി കിട്ടുന്നതിനായി മരിക്കാൻ വരൂ സൈമൺ, വിശ്രമിക്കൂ. ദൈവം നിന്നോടുകൂടെ. ദർശനം അവസാനിക്കുന്നു.